Hello guys, welcome back to our channel. This is me with Malluf എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗോഹാൻ ആണെങ്കിൽ കാര്യമായിട്ട് ട്രെയിനിങ് എടുക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഗോക്കു ആണെങ്കിൽ അവിടേക്ക് വരും. ജസ്റ്റ് മിസ്സിന് ഭാന്റെ സ്വീസ് വാർഡിന് മുൻപിൽ നിന്ന് ഗോക്കു രക്ഷപ്പെടുകയാണ്. ഗോഹാൻ ആണെങ്കിൽ ഗോകുവിനെ കണ്ട് വണ്ടറടിക്കും. അച്ഛനെങ്ങനെ ഇവിടേക്ക് എത്തി? അതിരിക്കട്ടെ, ഭൂമിയിലുണ്ടായിരുന്ന ഒരു ദിവസം അത് ഇത്ര വേഗം കഴിഞ്ഞു. ഗോക്കു ആണെങ്കിൽ ഗോഹാനോട് പറയും അത് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞുപോയി. എന്റെ സൂപ്പർ സയൻ തേർഡ് ഫേസ് അത് പുറത്തെടുത്തതോടുകൂടെ എന്റെ സമയം വളരെ പെട്ടെന്ന് ചുരുങ്ങി ഞാൻ ഇവിടേക്ക് വന്നു. അതിരിക്കട്ടെ, ഈ കായ് വേൾഡിലേക്ക് നീ എങ്ങനെ എത്തി? മാത്രമല്ല അത് സുപ്രീം കായ് അല്ലേ? അദ്ദേഹം ഇപ്പോഴും ജീവനോടുകൂടെ ഉണ്ടോ? എന്റെ കൺമുമ്പിൽ വെച്ചാണ് പിങ്ക്മാൻ കായ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹം എങ്ങനെ ജീവനോടുകൂടെ തിരികെ എത്തി? എനിക്കും എന്താ നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കണ്ട് ഇപ്പൊ പിങ്ക്മാൻ ആണെങ്കിൽ വണ്ടറടിക്കും. ഗോകുവിനെ പോലൊരു മനുഷ്യൻ അവൻ എങ്ങനെ ഇവിടേക്ക് വന്നു? രണ്ടാമത്തെ മനുഷ്യനാണ് ഇവിടെ കാലുത്തുന്നതെന്ന് പറഞ്ഞ് ഷോക്ക് ആവുകയാണ്. ഗോഹാൻ ആണെങ്കിൽ ഗോകുവിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സ്വാഡ് താഴെ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി ഗോകുവിന് പറഞ്ഞു കൊടുക്കും. ഓ, അങ്ങനെയാണോ സംഭവങ്ങൾ? കരുതിയതിലും ഒരുപാട് മോശമായിരുന്നു അല്ലേ നടന്ന കാര്യങ്ങളെല്ലാം? ഇപ്പോഴാണ് ഞാൻ ശരിക്കും അതൊക്കെ മനസ്സിലാക്കുന്നത്. അതിരിക്കട്ടെ ഗോഹാൻ, നിന്റെ കയ്യിലുള്ളത് ആ സെഡ് സ്ക്വാഡ് അല്ലേ? അതൊന്നും എനിക്ക് തരാമോ? ഗോഹാൻ ആണെങ്കിൽ അത് ഗോകുവിന്റെ കയ്യിലേക്ക് കൊടുക്കും. അവനെ കൊണ്ടാണെങ്കിൽ അത് പിടിക്കാൻ കഴിയാതെ താഴേക്ക് വീഴുകയാണ്. ഓ, ഇതൊരു ഭയങ്കര ഭാരമാണ്. താനാണെങ്കിൽ അത് കണ്ട് ചിരിച്ച് അതെ, അതിന് നല്ല ഭാരമാണെന്ന് പറയും. പക്ഷെ ഗോകു ആണെങ്കിൽ അത് പതിയെ ഉയർത്തി ഇപ്പോൾ ട്രെയിനിങ് തുടങ്ങുകയാണ്. അതുകൊണ്ട് വീണ്ടും പിങ്ക്മാൻ കായ് ആണെങ്കിൽ ഷോക്കാവും. എനിക്ക് വട്ടായതാണോ ഇവർക്ക് വട്ടായതാണോ? വീണ്ടും ഒരു മനുഷ്യൻ ആ സീസ് വാർഡ് എന്റെ മുൻപിൽ വെച്ച് ഉപയോഗിക്കുകയാണ്. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഗോകു ആണെങ്കിൽ അല്പനേരം ട്രെയിനിങ് എടുത്ത് ഇപ്പൊ സുപ്രീം കായോട് ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഗോഹാൻ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുന്നത് വരെ എനിക്ക് അവനോടൊപ്പം നിൽക്കാൻ കഴിയുമോ? അതിന് സുപ്രീം കായ് പറയും തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് അല്പം ഫുഡ് വേണം, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ഗോകു ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, കുഴപ്പമില്ല, വായോ, ഫുഡ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഗോകുവിനെയും ഗോഹാനെയും കൂട്ടി അവരങ്ങനെ പറന്നു പോവാണ്. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മാജിക് ബൂ ആയിട്ട് പോരാടാൻ അവശേഷിക്കുന്നത് ഒരേ ഒരു ദിവസമാണ്. ഇവിടെ നമ്മുടെ ചെക്കന്മാര് ട്രങ്ക്സും ഗോട്ടനും അവർ രണ്ടുപേരും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അത് കണ്ട പിക്കലോ ആണെങ്കിൽ ടെൻഷനായി അവരെ രണ്ടുപേരെയും വിളിച്ചെഴുന്നേൽപ്പിക്കും. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് ഉറങ്ങാൻ സമയമില്ല. എത്രയും വേഗം നിങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കണം. ആ ഫ്യൂഷൻ കംപ്ലീറ്റ് ആക്കി മാജിക് ബൂവിനെ മുഴുവനായിട്ട് നിങ്ങൾ ഇല്ലാതാക്കണം. ഭൂമിയുടെ പകുതി ഭാഗത്തോളവും ആ മാജിക് ബൂ ഇതിനോടകം നശിപ്പിച്ചു കളഞ്ഞു. ഇനി സമയം വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളതെന്ന് പറയും. ഗോട്ടനും ട്രങ്ക്സും ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അത് കണ്ടേക്ക് വന്ന് രണ്ടുപേരുടെ മുഖത്ത് ആഞ്ഞടിക്കും. മര്യാദയ്ക്ക് എഴുന്നേൽക്ക്. അടി കിട്ടിയ തരിപ്പിൽ വേദന സഹിക്കാൻ കഴിയാതെ ഇപ്പൊ ഗോട്ടനും ട്രങ്ക്സും കരയാനായിട്ട് ആരംഭിക്കും. പിക്കലോ ആണെങ്കിൽ അവരോട് സോറി പറയും. ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കണ്ടില്ല, വേഗം എഴുന്നേൽക്ക്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളെ കൊണ്ടേ അതിനെ തോൽപ്പിക്കാനായിട്ട് പറ്റൂ. അതിന് ഗോട്ടനും ട്രങ്ക്സും ഇപ്പൊ പിക്കലോട് റിക്വസ്റ്റ് ചെയ്യും. ഞങ്ങൾ ആ പോസ് മറന്നുപോയി, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ആ പോസ് ഒന്ന് കാണിച്ചു തരൂ. പിക്കലോ ആണെങ്കിൽ പുറകിലേക്ക് നോക്കി ഇപ്പോ നമ്മുടെ മൊട്ടപ്പൻ അവിടേക്ക് വിളിക്കുകയാണ്. നീയും ഗോകു, ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ഫ്യൂഷൻ പഠിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതല്ലേ? തൽക്കാലം ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ നീ എന്റെ അടുത്തേക്ക് വാ. അപ്പനാണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. എന്ത്, ഞാനോ? എന്നെ കൊണ്ട് അതിന് കഴിയോ? ഞാൻ മാത്രമായിരുന്നില്ല, അവിടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കും. അവിടെ ആരും തന്നെ ഇല്ല. ഓ, അവസാനം ഞാൻ തന്നെ പെട്ടു എന്ന് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ വേറെ വഴിയില്ലാതെ പിക്കലോട് കൂടെ ഇപ്പൊ ആ ഫ്യൂഷൻ അത് ചെയ്ത് കാണിക്കുകയാണ്. ട്രങ്ക്സിനും ഗോട്ടനും അത് കണ്ട് ഭയങ്കര സന്തോഷം. അതേസമയം ഇവിടെയാണെങ്കിൽ കാലനോട് അവന്റെ രണ്ട് അസിസ്റ്റൻസ് ലീവ് ചോദിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് ആൾക്കാർ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് ദിവസമായി വീട്ടിൽ പോയിട്ട് നേരെ ഫുഡ് പോലും കഴിച്ചില്ല. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാറ്റ് പോയി ഞങ്ങളും ഈ ക്യൂവിൽ നിൽക്കേണ്ടി വരും. ദയവ് ചെയ്ത് ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ലീവ് തരണം. അത് കേട്ട് കാലിനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളിത് കാണുന്നില്ലേ, ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് കഷ്ടപ്പെട്ട് റിസ്ക് എടുത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ആർക്ക് ലീവ് വരാൻ പറ്റില്ല. ഉടനെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ ഓടി വന്ന് പറയും, സാർ 1.5 ലക്ഷം പേരോളം വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുകയാണ്, എത്രയും വേഗം അവർക്കൂടെ ഇവിടെ അഡ്മിഷൻ കൊടുക്കണം. അത് കേട്ട് ആളുടെ കാറ്റ് പോവും. കട്ട് ചെയ്ത ഭൂമിയിൽ സെക്കൻഡുകൾ കഴിയുന്തോറും ആൾക്കാരുടെ മരണം അതങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒരു റിപ്പോർട്ടർ ആണെങ്കിൽ വാർത്തകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന അതേസമയം ആ ഒരു TV ചാനലും ബിൽഡിങ്ങും എല്ലാം തന്നെ തകരുകയാണ്. ജനങ്ങളാണെങ്കിൽ ഭയന്ന് ചിതറി ഓടും. ബൂ ആണെങ്കിൽ ഹാപ്പിയായി മനുഷ്യന്മാരെ കൊന്നും വലിയ വലിയ പട്ടണങ്ങൾ തകർത്തും പറന്നു നടക്കുമ്പോഴായിരിക്കും ഒരു പയ്യൻ നടന്നു പോകുന്നത് കാണുക. ഞാൻ ഒരു മനുഷ്യരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആ പയ്യന്റെ മുൻപിലേക്ക് വരും. പയ്യനാണെങ്കിൽ ഒരുപാട് സ്നേഹത്തോടു കൂടെ ബൂവിനോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല, എനിക്ക് കണ്ണ് കാണില്ല. അതിന് ബൂ പറയും, നീ നുണ പറയാണ്, നിനക്ക് കണ്ണ് കാണാൻ പറ്റും. അതൊക്കെ കണ്ണ് തുറന്ന് ഞാൻ ആരാണെന്ന് നോക്ക്. അതിനവൻ പറയും, ഞാൻ പറഞ്ഞത് സത്യമാണ്, ജനനം മുതൽ ഞാൻ ഇതുവരെ പുറത്തുള്ള കാഴ്ചകളൊന്നും തന്നെ കണ്ടിട്ടില്ല, എനിക്ക് കണ്ണ് കാണില്ല. അത് കേട്ട ബൂ ആണെങ്കിൽ കണ്ണുകളിൽ ടച്ച് ചെയ്ത് അവന് കാഴ്ച കൊടുക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം, അവൻ പൊട്ടിക്കരയും.
ഇതുവരെ എനിക്ക് എന്റെ കണ്ണുകളിൽ ഇരുട്ട് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോ എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് പറഞ്ഞ് ആ പയ്യനാണെങ്കിൽ ബോയെ ഹഗ് ചെയ്യും. ബോ ആണെങ്കിൽ ഇപ്പൊ ആ പയ്യനോട് നിനക്കെന്നെ കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ ചോദിക്കും. അതിനാ പയ്യൻ പറയും എനിക്ക് പേടിയൊന്നും തോന്നുന്നില്ല, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറയും. അതിനുശേഷം അവരവിടെ ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല, എങ്കിലും നിങ്ങൾ എന്നെ സഹായിച്ചു. ബോ ആണെങ്കിൽ അവനെ കാണാൻ ഹാൻസം ആണോ ചോദിക്കും. അതിനവൻ പറയും സത്യത്തിൽ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ കാണുന്നത്, എങ്കിലും നിങ്ങളുടെ മനസ്സ് അത് വളരെ നല്ലതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാൻസം ആണ്, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുണ്ടെന്ന് പറഞ്ഞ് ക്യാഷ് എടുത്ത് ഇപ്പൊ ബോവിന്റെ കയ്യിൽ കൊടുക്കും. ഇത് ആക്ച്വലി ഇതിലേക്ക് പാല് വാങ്ങിക്കാനായിട്ട് ഞാൻ പോക്കറ്റിലിട്ട ക്യാഷാണ്, ഇത് ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരികയാണ്. അത് കണ്ട് ബോവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനൊന്ന് കടിച്ചു നോക്കും. ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയും. നീ ബോവിന് വേണ്ടി അല്പസമയം ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബോ ആണെങ്കിൽ പറന്നു പോവും. അതിനുശേഷം ഒരു അപ്പാപ്പന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പാപ്പനാണെങ്കിൽ ബൂവെ കണ്ട് പേടിക്കും. നീയാ ബൂ അല്ലേ? അത് കേട്ട ബൂ ആണെങ്കിൽ അതെ, ഞാൻ ഇപ്പൊ തന്നെ ഒരു പാലാക്കി മാറ്റുമെന്ന് പറഞ്ഞ് ആ അപ്പാപ്പനെ ഒരു മിൽക്ക് ബോട്ടിലാക്കി മാറ്റും. ബോ ആണെങ്കിൽ പാലുമായിട്ട് സെക്കൻഡുകൾ കൊണ്ട് അവന്റെ അടുത്തേക്ക് എത്തും. അവനെ കണ്ട് ഇപ്പൊ പയ്യൻ ഒരുപാട് സന്തോഷം. ബോ ആ പാല് അവന് കൊടുക്കും. ക്യാഷിന്റെ ടേസ്റ്റ് ഒട്ടും നല്ലതല്ല, നിനക്ക് വേണ്ടി പാല് കൊണ്ടുവന്നിട്ടുണ്ട്, നിന്റെ വിശപ്പ് മാറും വരെ നിനക്കത് കുടിക്കാന്ന് പറയും. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് അത് മേടിക്കും. ബോ ആണെങ്കിൽ അടുത്ത നിമിഷം അവിടുന്ന് പറന്നു പോവാണ്. ആ പയ്യനാണെങ്കിൽ വിളിച്ചു പറയും നീ എന്റെ കുട്ടികൾ മാത്രമല്ല തിരിച്ചു തന്നത്, എന്റെ വിശപ്പും നീ അടക്കിയിരിക്കുകയാണെന്ന് പറയും. ബോ ആണെങ്കിൽ പറന്നുപോയി അടുത്ത് കണ്ട ഒരു സിറ്റി നശിപ്പിച്ചു കളയാണ്. ഞാനാണ് ഹാൻസം ബോയി മാജിക് ബോ എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ചെക്കന്മാര് ട്രങ്ക്സും ഗോട്ടനും അവരാണെങ്കിൽ ട്രെയിനിങ് മുൻപോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര നേരപ്പെട്ട് ബുദ്ധിമുട്ടി അവർ ട്രെയിനിങ് എടുത്തിട്ടും അവരെ കൊണ്ട് ആ ഫ്യൂഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അത് കണ്ട പിക്കലോ ആണെങ്കിൽ അവരോട് പറയും നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, ഇതിനൊരു ടൈമിംഗ് ഉണ്ട്, പോസ് ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഒരുപോലെ രണ്ടുപേരും ഫോക്കസ് ചെയ്താൽ മാത്രമേ ആ ഫ്യൂഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ, ഇനിയെങ്കിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പൊ പിക്കലോട് പറയും ഈ ഗോട്ടൻ അവനൊരു അല്പം സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ആവാത്തത്. അത് കേട്ട് ഗോട്ടൻ ആണെങ്കിൽ ദേഷ്യപ്പെടും. ഈ ട്രങ്ക്സ് ഭയങ്കര സ്പീഡാണ്, അതുകൊണ്ടാണ് ഇത് പറ്റാത്തതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് അട്ടികിട്ടി ബഹളം. പിക്കലോ ആണെങ്കിൽ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റും. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ അത്ര ഇഷ്ടമാണെങ്കിൽ വലിയ യുദ്ധത്തിന് ശേഷം നിങ്ങൾ ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാർഡ്സ് അങ്ങനെ ഹായ് ആയിട്ട് കളിക്കുകയാണ്. നമ്പർ 18 ആണെങ്കിൽ മൊട്ടപ്പന് കാർഡ്സ് മൂവ്മെന്റ് പറഞ്ഞു കൊടുക്കും. മാസ്റ്റർ ആണെങ്കിൽ നൈസായിട്ട് അവളെ തിരിഞ്ഞു നോക്കും. അവളാണെങ്കിൽ അറിയാത്തതുപോലെ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗോഹാൻ ആണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു സീസ്വാർഡ് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ അഭ്യാസങ്ങളൊക്കെ കണ്ട് കൈയടിക്കും. വാവ് ഗോഹാൻ, നീ ശരിക്കും ഈ അച്ഛന് ഒരു അഭിമാനം തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് നീ ഇത് ഇത്രയും ഉപയോഗിക്കാൻ പഠിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ഓക്കെ, ഈ വലിയ കല്ല് ഞാൻ വലിച്ചെറിഞ്ഞു തരാം, ഇത് നീ ആ സ്വാഡ് വെച്ച് ഇതായിട്ട് പിളർക്കാൻ ശ്രമിക്കാനായിട്ട് പറയും. അതിനവനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ സ്വാഡുമായിട്ട് റെഡിയാവും. ഗോക്കു ആ കല്ല് വലിച്ചെറിയും. അവനൊരൊറ്റ വെട്ടില് അത് രണ്ടാക്കി മാറ്റും. പിങ്കുമാൻ ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഉടനെ സുപ്രീം കായ് ആണെങ്കിൽ ക്യാച്ച് ആൻഡ് ടൈൽ എന്ന് പേരുള്ള വലിയൊരു സാധനം ഇപ്പോ ഗോകുവിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കട്ടിയുള്ള ഒരു സാധനമാണിത്, ഇത് നീ ഗോഹാൻ ഇട്ടുകൊടുക്ക്. ഗോകു ആണെങ്കിൽ ഗോഹാൻ റെഡിയല്ലേ എന്ന് ചോദിച്ച് അത് അവന്റെ നേർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗോഹാൻ ആണെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് അത് ക്ലോസ് എത്തേണ്ട താമസം ആഞ്ഞു വെട്ടും. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ സ്വാഡ് പൊട്ടി പോവാണ്. സുപ്രീം കായും പെങ്കുമാനും അവർ രണ്ടുപേരും ഷോക്കാവും. ഓ നോ, ആ ലെജൻഡറി വാള് അത് പൊട്ടിയോ? ആർക്കും പൊട്ടിക്കാൻ കഴിയാത്ത ഒരു വാളാണത്, അതെങ്ങനെ സംഭവിച്ചു? ണെങ്കിൽ അത് കേട്ട് ഭയപ്പെടും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അപ്രകാരം ചെയ്തത്, സോ ഇതെന്റെ മിസ്റ്റേക്ക് അല്ല. ഗോഹാൻ ആണെങ്കിൽ ആ വാൾ താഴെയിട്ട് അവരോട് പറയും ഒരുപക്ഷെ പൂർവികർ നിങ്ങളെ പറ്റിച്ചതായിരിക്കും. അത് കേട്ട് അവരാണെങ്കിൽ നിരാശരാവും. ഉടനെ ഗോഹാൻ ആണെങ്കിൽ അവരോട് പറയും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല, ഈ ഒരു സ്വാഡ് അതാരാണോ യൂസ് ചെയ്യുന്നത് അവർ കൂടുതൽ ബലശാലികളാവും എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ഞാൻ ഒരുപാട് ബലശാലിയായില്ലേ, സോ അതുകൊണ്ട് തന്നെ അതൊരു കള്ളമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അത് കേൾക്കുമ്പോൾ ഇപ്പോ പിങ്കുമാനും സുപ്രീം കായ്ക്കും ആശ്വാസം തോന്നുകയാണ്. അതേസമയം വയസ്സായ ഒരാള് അവിടേക്ക് കടന്നു വരും. നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്ന് ആളിപ്പോൾ അവരോട് പറയും. സുപ്രീം കായ് ആണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതിനാള് പറയും ഞാനും നിന്നെപ്പോലെ തന്നെയാണ് ഒരു സുപ്രീം കായ്, 15 തലമുറകൾക്ക് ശേഷം ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അത് കേട്ട് അവിടെയുള്ളവരെല്ലാവരും ഞെട്ടുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.